വേദിയിലുള്ള വാമനപുരത്തിൻ്റെ പ്രിയങ്കരനായ MLA സഖാവ് കോരിയക്കോട് നായർ, ഇവിടെ ഈ ആവേശകരമായ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ സഖാവ് ശാന്തകുമാർ സൂചിപ്പിച്ചതുപോലെ മെയ് 16-ന് കേരളത്തിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നമ്മൾ ഇതുവരെ വോട്ട് ചെയ്തതുപോലൊരു തിരഞ്ഞെടുപ്പല്ല. ജനാധിപത്യ കേരളത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു ദിവസമായി മെയ് 16 മാറുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഈ മഹാപോരാട്ടത്തിൽ വാമനപുരത്തുകാർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമ്മാനിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സഖാവ് DK മുരളിയെയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൻ്റെ 2 ഘട്ടങ്ങൾ ഇതാ പിന്നിടുമ്പോഴും എതിരാളികളെയെല്ലാം പിന്നിലാക്കി വളരെ മുന്നിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സഖാവ് DKയുടെ വിജയം ഉറപ്പാണ്. പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായ ഭൂരിപക്ഷത്തോടുകൂടി വാമനപുരത്തുകാർ കേരള നിയമസഭയിലേക്ക് പ്രിയങ്കരനായ സഖാവ് DKയെ പറഞ്ഞേക്കണം. അതിനുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്താണ്? ഓരോ തിരഞ്ഞെടുപ്പിനും അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടാകും. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ജീവിതം കൊണ്ട് പൊറുതുകൊണ്ട് നിൽക്കുന്ന ഒരു മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ മുൻപിൽ രക്ഷപ്പെടാനുള്ള വഴി തുറന്നിടുകയാണ് മെയ് 16. ഈ രാജ്യത്തെ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ നിർണ്ണയിക്കുന്നത്, ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനജീവിതത്തെ നിർണ്ണയിക്കുന്നത്, എന്റെയും നിങ്ങളുടെയും കാർഷിക വിഭവങ്ങളുടെ വിലയെ നിർണ്ണയിക്കുന്നതല്ല ഈ രാജ്യം ഭരിക്കുന്നവരുടെ ഭരണകർത്താക്കളുടെ നയസമീപനങ്ങളാണ്. 5 ആണ്ടുകൾക്ക് മുൻപ് ഇതുപോലൊരു തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 13, അന്ന് മെയ് 13-നായിരുന്നു റിസൾട്ട് വന്നത്. 5 ആണ്ടുകൾക്ക് മുൻപുള്ള ഏപ്രിൽ മാസം 13-ന് തിരഞ്ഞെടുപ്പ് നടന്ന് മെയ് 13-ന് റിസൾട്ട് വരുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലേക്ക് വന്നു. നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. ഒരു തവണ LDF എങ്കിൽ മറുതവണ UDF എന്ന നിലയിലേക്ക് മാറി മാറി വരുന്ന സർക്കാർ എന്ന നിലയിലേക്കാണ് ഭരണ തുടർച്ച കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് അജ്ഞമാണ്. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ 5 വർഷത്തിന്റെ വിലയിരുത്തലായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്. സാധാരണഗതിയിൽ ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടി നേരിടുന്നതാണ് കേരളത്തിന്റെ ചരിത്രം. പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണിക്ക് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വരാൻ നിഷ്പ്രയാസം സാധിക്കുന്നതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അരങ്ങുണർന്നപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങളുടെ മുൻപിലുണ്ടായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെട്ടുകൊണ്ടിരിക്കുന്ന വിവിധ ജാതി മത സംഘടനകളെല്ലാം തന്നെ കലവറയില്ലാതെ പിന്തുണ കൊടുത്തത് UDF-നായിരുന്നു. ഇടതുപക്ഷത്തെ ഒറ്റപ്പെടുത്താനും ഒറ്റതിരിഞ്ഞ് ക്രമിക്കാനും പരാജയപ്പെടുത്താനും നന്നായി പരിശ്രമിച്ചു കേരളത്തിലെ മുഴുവൻ ശക്തികൾ, മാധ്യമങ്ങൾ. ഒരാളില്ലാതെ മുഴുവൻ പേരും ഞങ്ങൾക്കെതിരായിരുന്നു. സകല പേരും ഞങ്ങൾക്കെതിരെ. ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപുള്ള മെയ് മാസം 13-ാം തീയതി ടെലിവിഷന്റെ മുമ്പിൽ ഉദ്വേഗജനകമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയി. 2020 ക്രിക്കറ്റിലെ ഇന്ത്യ-പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് നടന്നാൽ ആ പാകിസ്ഥാൻ-ഇന്ത്യ ക്രിക്കറ്റ് മത്സരത്തിന്റെ ഒടുവിലത്തെ മണിക്കൂറുകളിൽ ചിലപ്പോൾ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ സമ്മാനിക്കപ്പെടുന്നത് പോലെ 4 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. 4 സീറ്റ്.
140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 4 സീറ്റിന്റെ വ്യത്യാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം നഷ്ടപ്പെടുമ്പോൾ വിജയത്തോടടുത്തു ഞങ്ങൾ പരാജിതരാകുന്ന ആ തിരഞ്ഞെടുപ്പിന്റെ പ്രിയപ്പെട്ടവരെ, 4 സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് വെറും 400-ൽ താഴെ വോട്ടുകൾക്കാണ്. പാറശാല ഉൾപ്പെടെയുള്ള മറ്റു ചില മണ്ഡലങ്ങളെടുത്താൽ 500-ൽ താഴെ വോട്ട്, 1000-ൽ താഴെ വോട്ടിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട മണ്ഡലങ്ങൾ വേറെ. 400 വോട്ടിന്റെ വ്യത്യാസം ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അസൗകര്യങ്ങളും അസുഖവും എല്ലാം കൊണ്ട് ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാതെ പോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടർമാർ ഏതാണ്ട് 400 വരും. ഒരു ബൂത്തിൽ 3-4 വോട്ടുമാർ വീതം വ്യത്യസ്ത കാരണങ്ങളാൽ വീട്ടിൽ പൊടുന്നനെ ഉണ്ടായ ഒരു മരണം, പെട്ടെന്നൊരു അപകടം, ഇങ്ങനെ പല കാരണങ്ങളാൽ വോട്ട് ചെയ്യാൻ പറ്റാതെ പോയ ആളുകൾ അവർ ഈ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർ ഭരണം നടത്തിയത്. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തിൽ. ഞാനിത് പറയാൻ കാരണം ഉമ്മൻചാണ്ടി അക്കമിട്ട് നിരത്തുകയാണ്, കോടിക്കണക്കിന് രൂപയുടെ പരസ്യം വെക്കുകയാണ്. ഉമ്മൻചാണ്ടി വെക്കുന്ന പരസ്യത്തിൽ പറയാണ്, ഒരു വട്ടം കൂടി UDF സർക്കാർ, ഒരു വട്ടം കൂടി. UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന ഡിക്റ്റേഷൻ തെറ്റിക്കുമ്പോൾ സാറ് ഇങ്ങോട്ട് പിടിച്ചു നിർത്തി ചന്തിക്കടിക്കാൻ വേണ്ടി കയ്യോങ്ങുമ്പോ കുട്ടി പറയും, സാറേ ഒരു വട്ടം കൂടി, ഒരു വട്ടം കൂടി, ഒരു ചാൻസ് കൂടി. കേരളീയ ജനത ചൂരൽ കഷണവും കയ്യിൽ പിടിച്ച്, ചൂരൽ കമ്പും കയ്യിൽ പിടിച്ചു ഉമ്മൻചാണ്ടിയുടെ ചന്തിക്കടി കൊടുക്കാൻ വേണ്ടി കൈ ഉയർത്തി വെക്കുമ്പോ ഉമ്മൻചാണ്ടി പറയാണ്, ഒരു വട്ടം കൂടി, ഒരു വട്ടം കൂടി. എന്തിനാണാവോ ഒരു വട്ടം? ആ ഉമ്മൻചാണ്ടി പറയുകയാണ്, അമിതമായ ആധുനിക ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. എന്താ ആത്മവിശ്വാസം? തുടർ ഭരണം ഉണ്ടാകും. ഉമ്മൻചാണ്ടി എന്തിന്റെ ബലത്തിലാണ് തുടർ ഭരണം പറയുന്നത്? 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് വലിയ മേൽക്കൈയുണ്ടാകും തിരഞ്ഞെടുപ്പുകളിൽ. കേരളത്തിന്റെ ചരിത്രമതാണ് സാർ. ഭരണപക്ഷത്തിരിക്കുന്നവർ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയത് പലപ്പോഴും കേരളത്തിന്റെ ചരിത്രം. ആ ചരിത്ര പശ്ചാത്തലത്തെ എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് 400 വോട്ടിന്റെ വ്യത്യാസമുള്ളവരും 4 മണ്ഡലങ്ങളിലെ വിജയം മാത്രം, തുമ്മിയാൽ തെറിക്കുന്ന വിജയം, ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ വിജയം. ആ വിജയം നേടി നിങ്ങൾ അധികാരത്തിലേറി അത് കഴിഞ്ഞ് 5 ആണ്ടുകൾ കടന്നു പോകുമ്പോൾ രാഷ്ട്രീയ മികവും രാഷ്ട്രീയ സമവാക്യങ്ങളും ബലാബലത്തിലും മാറ്റമുണ്ടാക്കും വിധം, ശക്തിയാർജിക്കും വിധം UDF-നുണ്ടായ നേട്ടം എന്താണ്? എന്ത് നേട്ടമാണ്? എന്തും ഭരണ മികവ് കാണിച്ച നമ്മളെ അവർ നേരിടാൻ പോവുക. ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്ത് ഭരണമെന്നാൽ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ ഓരോരുത്തരും പറയും, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത വിഭാഗങ്ങളിൽ പണിയെടുത്തവരാണ്, വ്യത്യസ്ത മേഖലകളിൽ ജീവിതം കണ്ടെത്തിയവരാണ്. ഒന്നോർത്ത് നോക്കൂ, എന്തായിരുന്നു ഭരണം? തിരുവനന്തപുരത്തെ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ്, ആ സെക്രട്ടേറിയറ്റ് ഒത്തിരി ഒരുപടി സമരങ്ങൾക്ക്, സമരവേലിയേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകാത്ത ഒരു സമരം എന്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. പെട്രോളിനും പാചകവാതകത്തിനുമെല്ലാം വില കുതിച്ചുയർന്ന ഒരു ദിവസം ഞങ്ങൾ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാകെ സമരഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസം എനിക്ക് പെടുമറയുണ്ട്. നട്ടുച്ച നേരത്ത് ഞങ്ങളുടെ സമരമെല്ലാം ഏതാണ്ട് അലയൊടുങ്ങി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കൊരു സമരം നയിച്ചു കടന്നു വരികയാണ്. എനിക്ക് ഇയാളുടെ പേരറിയില്ല, നിങ്ങളോട് പരിചയപ്പെടുത്താൻ. ഒറ്റയ്ക്കൊരു മനുഷ്യനോട് സമരം നയിച്ചു കടന്നു വരികയാണ്. കൊടിയില്ല അയാളുടെ കയ്യിൽ, അയാളുടെ കയ്യിൽ കൊടിയില്ല, മുദ്രാവാക്യമില്ല. ഒറ്റയ്ക്കൊരു മനുഷ്യൻ പക്ഷേ ഇതാ സമരഭൂമിയിലേക്ക് കടന്നു വരും. അയാളുടെ കൈകളിൽ തലയിൽ വെച്ചിരിക്കുന്ന ഒരു ഒഴിഞ്ഞ പാചകവാതക സിലിണ്ടർ ഉണ്ടായിരുന്നു. ഒരു പാചകവാതക സിലിണ്ടർ തലയിൽ ചുമന്ന് ഒരു കയലി കൊടുത്ത് ഉടുപ്പിടാത്ത ഒരു മനുഷ്യൻ, ഒരു ഗൃഹനാഥൻ, മധ്യവയസ്സ് പിന്നിട്ടൊരു മനുഷ്യൻ, കുടവയറുണ്ട്, നല്ല കുമ്പയുണ്ട്. അയാളുടെ കഴുത്തിലൊരു പ്ലക്കാർഡ് കൊട്ടിത്തൂക്കിയിട്ടുണ്ട്. ആ പ്ലക്കാർഡ് ഇങ്ങനെ കുമ്പയിൽ തട്ടിക്കിടക്കാണ്. അതൊക്കെ വെച്ച് ആ മനുഷ്യൻ ഇങ്ങനെ വിയർത്ത് കുളിച്ച്
ഒരു വെയിലത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലൂടെ ഒരു ഒറ്റയാൻ സമരം നയിച്ച് കടന്നു വരികയാണ്. എന്തായിരുന്നു അയാൾ എഴുതി വച്ചിരുന്ന ആ മുദ്രാവാക്യം? ഉച്ചത്തിലൊരു മുദ്രാവാക്യം പോലുമില്ല, തൊണ്ടപൊട്ടിയ വിളികളില്ല, സമരഗാഥകളില്ല. പക്ഷേ 1000 സമരസാഗരങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരൊറ്റ വരിയുണ്ടായിരുന്നു അയാളുടെ നെഞ്ചിൽ തൂക്കിയിട്ടിരിക്കുന്ന പ്ലക്കാർഡിൽ. അതിങ്ങനെയായിരുന്നു, Where is the emergency exit of Kerala? ഈ കേരളത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴിയൊന്നും കാട്ടിത്തരൂ എന്നായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചാലും നമ്മുടെ വരുമാനം, നമ്മുടെ ചിലവ്, ഇതിനിടയിലാണ് നമ്മുടെ ജീവിതം. നമ്മുടെ വരുമാനത്തിന്റെ സ്രോതസ് എന്തായിരുന്നു? ഏറ്റവും പ്രധാനം റബ്ബറായിരുന്നു. മുതുവിളയിലെ കല്ലറയിലെ സാധാരണക്കാരായ റബ്ബർ കർഷകർ 200 മരം റബ്ബർ സ്വന്തമായിട്ടുണ്ട് എങ്കിൽ ആരെയും കൂസാതെ നന്നായി ജീവിക്കാമായിരുന്നു. എടിയെ ഈ പിള്ളേർ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലൊന്ന് വളർന്നു വരും. അങ്ങനെ കെട്ടിയോളെടുത്ത് പറയും, കെട്ടിയോണ്ടെടുത്ത് പറയും, നിങ്ങൾ എന്ത് കണ്ടിട്ടാവുകയെ ജീവിക്കുന്നേ? പിള്ളേര് കണ്ടില്ലേ കണ്ണടച്ച് തുറക്കും വേഗത്തിലൊന്ന് വളർന്നു വരുന്നതിനെ കെട്ടിച്ചേക്കേണ്ട ആരുടെയെങ്കിലും കൈ കൊടുക്കണ്ടേ? ജീവിതം എങ്ങനെ മുന്നോട്ട്? 400-500 മരം സ്വന്തമായിട്ടുള്ളതിന് പേടിക്കണ്ട, സുഖമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. മക്കളെ കെട്ടിച്ചേക്കുന്നതിനെ കുറിച്ച് ആശങ്കയില്ല, കിടന്നാൽ ഉറക്കം വരാത്ത ദിവസങ്ങളില്ല. സമൃദ്ധമായ ജീവിതം, സുഖകരമായ ജീവിതം, അതായിരുന്നു മലയാളിയുടെ, ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തെ വാർത്തെടുത്ത റബ്ബറിന്റെ കഥ. ഇന്ന് റബ്ബർ കർഷകന്റെ അവസ്ഥ എന്താ? 5 സംവത്സരക്കാലത്തിനിടയിൽ UDF അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ 4 MLA-മാരുടെ വ്യത്യാസത്തിലുള്ള ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ഗവൺമെന്റിന് ഭരണം വിട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ മലയാളിയായ റബ്ബർ കർഷകന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടുന്നത് ഈ കോൺഗ്രസോ ഭാരതീയ ജനതാ പാർട്ടിയോ ഇനി എന്തുമാകട്ടെ, നീ പറ, നീ സംതൃപ്തനാണോ? നിന്റെ ജീവിതത്തിന് വേണ്ടി ഈ സർക്കാർ എന്ത് ചെയ്തു? ഓരോ റബ്ബർ കർഷകനും പറ. 2 പാർട്ടികൾ പ്രധാനമായും നമുക്കെതിരായി, ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP. എന്തു ചെയ്തു കോൺഗ്രസും BJPയും? 5 സംവത്സരക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴും ഈ ഇറക്കുമതി നയം ഉണ്ടായിരുന്നു. പക്ഷേ ഇറക്കുമതി നയത്തിനിടയിൽ റബ്ബർ വില സ്ഥിരതയുണ്ടാക്കി, റബ്ബറിന്റെ വില അധികം തകർന്നു പോകാതെ പിടിച്ചു നിർത്തി. ഒരു റബ്ബർ കർഷകൻ പോലും ആത്മഹത്യ ചെയ്യാത്ത ജീവിത സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. റബ്ബർ കർഷകനുള്ള വായ്പയുടെ മൊറട്ടോറിയം, കടബാധ്യത തിരിച്ചു പിടിക്കുന്നതിനുള്ള മൊറട്ടോറിയം ഏർപ്പെടുത്തി. എന്തെല്ലാം പദ്ധതികൾ. ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ ഉമ്മൻചാണ്ടി ഒരു വട്ടം കൂടി ചോദിക്കുന്ന ഈ ഭരണമുണ്ടല്ലോ, ആ ഭരണത്തിനൊരു രക്തസാക്ഷിയുണ്ട്. ആരെന്നറിയുമോ? ഉമ്മൻചാണ്ടിയുടെ 5 സംവത്സരക്കാലം സൃഷ്ടിച്ചെടുത്ത ഒരുപാട് ശവപ്പറമ്പുകളുണ്ട്, സെമിത്തേരികളുണ്ട്. എല്ലാ സ്വപ്നങ്ങളും നെഞ്ചിന്റെ ഉള്ളിൽ ഞെരിപിരി കൊള്ളുമ്പോഴും ആ സ്വപ്നങ്ങളെല്ലാം എറിഞ്ഞുടച്ച് മരണത്തിന്റെ വാതിൽ തുറന്ന് കടന്നുപോയ, ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ജീവിതത്തോട് വിട പറഞ്ഞു പോയ മനുഷ്യരുണ്ട്. അതിലൊരു റബ്ബർ കർഷകരുമുണ്ട് ഉമ്മൻചാണ്ടി. കണ്ണൂരിലെ ഒരു റബ്ബർ കർഷകൻ കണ്ണൂരിലെ മലയോര മേഖലയിൽ നിന്നും മരിക്കാൻ തീരുമാനിച്ചു. തന്റെ ജീവിതത്തോടും വീടിനോടും നിശബ്ദമായി യാത്ര പറഞ്ഞിറങ്ങി. ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി. ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ വെച്ചില്ല, പോക്കറ്റിൽ സൂക്ഷിച്ചു. കെട്ടിത്തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു. കഴുത്തിൽ കുരുക്കിടാനുള്ള കയർ സജ്ജമാക്കി ബാഗിൽ വെച്ചു. നേരെ വന്നത് എവിടേക്കായി? നേരെ വന്നത് കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. കണ്ണൂരിന്റെ തീവണ്ടി ആഫീസിലൂടെ പാഞ്ഞു പോകുന്ന ഏതോ ഒരു തീവണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടിയില്ലേ ആ മനുഷ്യൻ. ശാന്തമായിരുന്നു, ക്യൂവിൽ നിന്നു. ഏറ്റവും പിന്നിൽ ശാന്തനായി നിന്ന് ക്യൂ അവസാനിക്കുമ്പോൾ അയാൾ ടിക്കറ്റ് കരസ്ഥമാക്കി. മരണത്തിലേക്കുള്ള ടിക്കറ്റ്. തീവണ്ടിയിൽ ശാന്തനായിരുന്നു, യാത്രയാരംഭിച്ചു. മരണത്തിലേക്കുള്ള യാത്ര. ചീറിപ്പായുന്ന ആ തീവണ്ടിയിൽ ഏതോ ഒരു പാലത്തിന്റെ മുകളിലൂടെ തീവണ്ടി കുതിച്ചു പായുമ്പോൾ തുറന്നു വെച്ച ജാലകത്തിലൂടെ എടുത്തു ചാടാൻ ശ്രമിച്ചത് ആ മനുഷ്യൻ അങ്ങനെയിരുന്നുവെങ്കിൽ ഒരിറ്റു മാംസക്കഷണം പോലും ബാക്കിയില്ലാതെ ആ മനുഷ്യൻ വിലയം പ്രാപിച്ചത്. യാത്ര തുടർന്നു സമാധാനത്തോടെ.
കോട്ടയം നഗരത്തിൽ ഇറങ്ങി ഓട്ടോ വിളിച്ചു, ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ്സിൽ യാത്ര തുടങ്ങി. പോയത് പാലായിലേക്ക്. കണ്ണൂരിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് എഴുതി പോക്കറ്റിൽ സൂക്ഷിച്ച്, കഴുത്തിൽ കുരുക്കിടുന്നതിനുള്ള കയർ ബാഗിൽ സൂക്ഷിച്ച്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വന്തം വീട്ടുപടിക്കൽ കോട്ടയത്തെത്തി. കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അഴിമതിയുടെ ബ്രാൻഡ് അംബാസിഡറായ KM മാണിയുടെ വീട്ടുപടിക്കൽ പാലായിലെ റബ്ബർ തോട്ടത്തിൽ കഴുത്തിൽ കുരുക്കിട്ട് റബ്ബർ മരത്തിൽ ആത്മഹത്യ ചെയ്തിരുന്ന ആ റബ്ബർ കർഷകരുണ്ടല്ലോ, ഈ കല്ലറയിലെ മുതുമലയിലെ പാലോട്ടെ, ഈ വാമനപുരം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കേരളത്തിലെ മലയോര കാർഷിക മേഖലയുടെ ആകെ ജീവന്റെ തുടിപ്പാണ് തൂങ്ങി നിന്നതെന്ന് മറന്നു പോകരുത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ കഴിയുന്ന ഒരു ദുരന്ത വാർത്ത തന്നെയാണത്. മറന്നു പോകരുത്. നിങ്ങൾ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ചിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർ, ആ റബ്ബർ കർഷകന്റെ ദുരന്തപൂർണമായ കഴിഞ്ഞ 5 വർഷത്തെ ജീവിതത്തിന്റെ സാക്ഷ്യപത്രമാണ് കണ്ണൂരിലെ കോട്ടയത്ത് വന്ന് ആത്മഹത്യ ചെയ്ത റബ്ബർ കർഷകന്റെ ജീവിതം വിളിച്ചു പറഞ്ഞത്. ആദ്യം എന്റെ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, വേറെ എമർജൻസി എക്സിറ്റ് ഓഫ് കേരള, ഈ കേരളത്തിൽ നിന്നും രക്ഷപ്രാപിക്കുന്നതിനുള്ള വഴിയെന്ന് ചോദിച്ചു. അയാളുടെ ജീവിതത്തോട് വിലക്ക് തോന്നി ഇറങ്ങി പുറപ്പെട്ടു. ഇനി ജീവിക്കാനാകില്ല. റബ്ബർ കർഷകർ മാത്രമാണ്. ഈ കേരളത്തിലെ എത്രയോ കർഷകർ ആത്മഹത്യ ചെയ്തു. റബ്ബറിന് എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത്? ഈ തെരഞ്ഞെടുപ്പിൽ റബ്ബറിനെ കുറിച്ച് മിണ്ടാതെ പോകാൻ പറ്റുമോ? എങ്ങനെയുണ്ടായി ദുരന്തം? കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് റബ്ബറിനെ ഇറക്കുന്നത് തീരുമാനിക്കുക. കേന്ദ്രം ഭരിച്ച സർക്കാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സർക്കാർ, ആ സർക്കാരാണ് റബ്ബറിനെ ഇറക്കുമതി ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, റബ്ബർ ആവശ്യപ്പോലുള്ള ഈ നാട്ടിലേക്ക് എന്തിനാണ് റബ്ബർ ഇറക്കുമതി ചെയ്യുക? റബ്ബർ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചത് കോൺഗ്രസ്. അത് കഴിഞ്ഞപ്പോ തേനൊഴുക്കും പാലൊഴുക്കും പൊതുപുറത്ത് ഇന്ത്യയാകെ പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ വെച്ച് അത്യാധുനിക ഇലക്ട്രോണിക് മാധ്യമ പ്രചരണ സങ്കേതങ്ങളെയെല്ലാം സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് തന്റെ കയ്യിൽ പുരണ്ട 2002 ഗുജറാത്ത് കലാപത്തിന്റെ ചോരക്കറ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ സഹായത്തോടെ, പ്രചരണോപാധികളുടെ സഹായത്തോടെ കഴുകിക്കളഞ്ഞ അധികാരത്തിലേക്ക് കടന്നു വന്നൊരു മനുഷ്യൻ പേര് നരേന്ദ്രമോദി. മുതുവലയിൽ RSSകാരൻ ചേട്ടന്മാരെല്ലാം പറയുന്നത് നമോ 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 എന്നാണ്. അവർ മാത്രമല്ല, ഇന്ന് കേരളക്കരയിലെ, ഇന്ത്യയിലെ റബ്ബർ കർഷകരും സാധാരണക്കാരും അദ്ദേഹത്തോട് പറയുന്നു, നമോ നമോ നമോ, ഒന്നിറങ്ങി പോകാമോ എന്നാണ്. അതാണ് നമിച്ച് മഹാനെ ഒന്നിറങ്ങി പോവോ എന്നാണ് എന്റെ അർത്ഥം. അദ്ദേഹം വലിയ പ്രഭാഷക പണ്ഡിതനാണ്. എവിടെ പോയാലും പ്രസംഗിക്കും. ഇപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടം കൂടിയിട്ട് പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ രാജ്യപുറത്തേക്കും ലോകപുറത്തേക്കും കൊണ്ടുപോകാറുണ്ട്. അത് പഴയ സുരേന്ദ്രനാണ്. കാസർഗോഡ് മത്സരിക്കുന്ന സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന സുരേന്ദ്രൻ പരിഭാഷാ വിദഗ്ധനാണ്. ഇപ്പൊ സുരേന്ദ്രനെയാണ് കൊണ്ടുപോകും. ലോകമൊട്ടും പ്രസംഗിക്കും. വിമാനത്തിൽ കയറിയാലും പ്രസംഗിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം. വിമാനത്തിൽ എഴുതിയിട്ടും പ്രസംഗിക്കും. മഹാജനങ്ങളെ എന്ന് തുടങ്ങാനാണ്. അമേരിക്ക പോയി അവിടെ പോയി പ്രസംഗിച്ചു. ലണ്ടനിൽ പോയി അവിടെ പോയി പ്രസംഗിച്ചു. ലോകത്തെവിടെ പോയാലും അദ്ദേഹം പ്രസംഗിക്കും. നിങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെയായി അദ്ദേഹം പ്രഭാഷണ പരമ്പര ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രസംഗത്തിൽ, ഏതെങ്കിലും ഒരു വേളയിൽ ഒരു വാക്കുകൊണ്ട് ഈ കേരളത്തിലെ റബ്ബർ കർഷകരുടെ മുഖത്ത് നോക്കി റബ്ബറിന്റെ ഇറക്കുമതി ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയാൻ എന്തേ നരേന്ദ്രമോദിക്ക് സാധിച്ചില്ല? എന്തേ നരേന്ദ്രമോദിക്ക് സാധിച്ചില്ല? ഞങ്ങൾ ചോദിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലേക്ക് BJP കൊണ്ടുവരാൻ പോകുന്നത് 10 കേന്ദ്രമന്ത്രിമാരെയാണ്. ഈ മഹാനെ ഉൾപ്പെടെ 10 കേന്ദ്രമന്ത്രിമാർ. ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസ് റബ്ബറിന്റെ ഇറക്കുമതി ആരംഭിച്ചു. BJP റബ്ബറിന്റെ ഇറക്കുമതി തുടരുന്നു. എങ്കിൽ നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? ഞങ്ങളെ ചുണ്ടിട്ട് പറയാണ് ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ഞങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് അതാ പറയാ. ഞങ്ങൾക്കെതിരെ ആരാ അഡ്ജസ്റ്റ്മെന്റ് നടത്തുക? നിങ്ങൾ നോക്ക്, കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് പറഞ്ഞു റബ്ബർ ഇറക്കുമതി ചെയ്യണം. BJP പറയുന്നു റബ്ബർ ഇറക്കുമതി തുടരണം. നിങ്ങളല്ലേ അഡ്ജസ്റ്റ്മെന്റ്?
ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും കുത്തകകൾക്ക് വേണ്ടിയും അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന നിങ്ങളല്ലേ? സോണിയാഗാന്ധി കോൺഗ്രസും പറഞ്ഞു നമുക്ക് കാർഡ് വേണം, കാർഡ്, ആധാർ കാർഡ്, ഇതെല്ലാം വഴിയാണ്. അന്ന് മുണ്ടും മടക്കി കുത്തി ഈ കേരളം മുഴുവൻ സമരവും ചെയ്ത് ബസ്സിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചുമാരാണ് BJP-ക്കാർ. ആ BJP-ക്കാർ അധികാരത്തിൽ പറഞ്ഞു കാർഡ്, നിങ്ങൾക്ക് കാർഡ് വേണം. ഇപ്പൊ നിങ്ങളെ എന്താ വ്യത്യാസം? ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ്. പാചകവാതകത്തിന്റെ സബ്സിഡി തരാൻ പറ്റില്ല എന്ന് മൻമോഹൻ സിംഗ്, തരാൻ പറ്റില്ല എന്ന് സോണിയാഗാന്ധി. ഉടുത്തിരുന്ന കൊണ്ടൂരി എറിഞ്ഞ് അടിയിലിട്ടിരുന്ന കാക്കി ട്രൗസർ വിട്ടുകൊണ്ട് BJP-യുടെ സമരം. ആ സമരത്തിന് ചേട്ടന്മാരെ വിളിച്ചു മുദ്രാവാക്യം തന്നെ തീരൂ, തന്നെ തീരൂ. എന്താ തന്നെ തീരൂ? പാചകം തന്നെ തീരൂ. ഇപ്പൊ ഒരു അധികാരത്തിൽ കയറി. അധികാരത്തിൽ കയറുമ്പോ കഷ്ടകാലത്തിൽ എന്താണ് ഗ്യാസ് വെച്ച് ബുക്ക് ചെയ്യുമ്പോ അമ്മച്ചൊന്നും ബുക്ക് ചെയ്ത് കേട്ടാ കാര്യം അറിയാൻ പറ്റില്ല. വിളിക്കുമ്പോ ആദ്യം പറയുന്നത് സബ്സിഡി വേണ്ടെങ്കിൽ ഒന്നിനമർത്തും. നമ്മൾ ഈ എടുത്ത പാർട്ടികളെല്ലാം കേൾക്കുമ്പോ ഏതോ ഒരു പെണ്ണുമ്പിള്ള എന്തോ പറയുന്നു, ഏതോ ഒരു പെൺകുത്തി എന്തോ പറയുന്നു, എന്നാ പിന്നെ അമർത്തേക്കാമെന്ന് കരുതി കഷ്ടകാലത്തിനെങ്ങാനും ഒന്നിനമർത്തിയാൽ അപ്പൊ പോയി കഥ. പിന്നെ ആ കുടുംബത്തിന്റെ തലമുറ കഴിഞ്ഞാലും അടുത്തൊരു തലമുറ പുതുതായി ജനിച്ചാൽ അവർ പാചകവാതകത്തിന് സബ്സിഡി ഇട്ടില്ലാന്നേ. കോൺഗ്രസ് പറഞ്ഞു പാചകവാതകത്തിന് സബ്സിഡി പാടില്ല, BJP പറയുന്നു സബ്സിഡി വേണ്ട. കോൺഗ്രസ് പറഞ്ഞു സബ്സിഡി ബാങ്ക് വഴി, BJP പറയുന്നു സബ്സിഡി ബാങ്ക് വഴി. നിങ്ങൾ തമ്മിലല്ലേ അഡ്ജസ്റ്റ്മെന്റ്? ഈ രാജ്യത്തെ കമ്പനികൾക്ക് വേണ്ടി പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിച്ചു കോൺഗ്രസ്. അന്ന് ഈ യുവമോർച്ചക്കാരനും BJP-ക്കാരനും കേരളത്തിൽ നടത്തിയ സമരാഭാസത്തിന് മാപ്പ് പറയണം. സമരത്തിന് കൈ കണക്കൊണ്ട എന്തൊരു സമരമാണ് നടത്തിയത്, എന്തൊരു വീറായിരുന്നു. പെട്രോളിന്റെ വില നിയന്ത്രണം കമ്പനികളെ ഏൽപ്പിച്ചതിനു ശേഷം എനിക്ക് പറയും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന DYFIയുടെ സമരം. ആ സമരത്തിൽ നിന്നൊക്കെ പോലീസിന്റെ ക്രൂരമായ താണ്ഡവമുണ്ടായി. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ BJP-ക്കാരുണ്ടായിരുന്നു ആ സമരഭൂമിയിൽ. ഒരു വശത്ത് BJP-യുടെ യുവമോർച്ചയുടെ സമരം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതേ BJP അധികാരത്തിൽ വന്നപ്പോ ഡീസലിന്റെ വില നിയന്ത്രണ അധികാരം കൂടി കമ്പനികളെ ഏൽപ്പിച്ചു. അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ തമ്മിലല്ലേ? ഇത് നടന്ന കാര്യമല്ലേ? ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചാൽ കള്ളപ്പണക്കാരുടെ പണം ഇവിടെ എത്തില്ല. ഇതല്ലേ പറഞ്ഞേ? നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോ ഈ രാജ്യത്തുള്ള മുഴുവൻ കള്ളപ്പണക്കാർക്കും യഥേഷ്ടം സഞ്ചരിക്കാൻ അവസരം കൊടുത്തു. ലോകത്തിന്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് പോലാണ് ആ പൈസ കള്ളപ്പണം കൊണ്ട് കിട്ടിയോ? പറ. 15 ലക്ഷം രൂപ എന്റെ നിങ്ങളെ അക്കൗണ്ടിലോട്ട് ഇട്ടിരുന്നു പറഞ്ഞു. ആര് പറഞ്ഞു? BJP പറഞ്ഞു. മുതുവലയിലെ പല ചേട്ടന്മാരും RSSകാരും അന്നത് ഓർത്ത് പൂതി തോന്നി കല്ലറ SBT പോയി അക്കൗണ്ട് എടുത്ത് ഇപ്പോഴും കീശയിലിട്ട് കാത്തിരിക്കാൻ. ഇപ്പൊ ശരിയാക്കി തരുമെന്ന് പറഞ്ഞിരിക്കാം. 15 പൈസ വന്നോടോ നിന്റെ അക്കൗണ്ടിന് അമ്മ. അപ്പൊ കോൺഗ്രസും BJP-യും തമ്മിൽ എന്താ വ്യത്യാസം? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. പഴയ കോൺഗ്രസ് സർക്കാർ പ്ലസ് ഒരു പശു സമം ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ. അതാണ് പ്രശ്നം. പഴയ കോൺഗ്രസ് സർക്കാരിന്റെ അടുത്ത് ഒരു പശുവിനെ കൂടി കുത്തിക്കൊണ്ട് കെട്ടിയാൽ BJP സർക്കാരായി. ഇതേ ഉള്ളൂ, ഒരു വ്യത്യാസമില്ല. പാവപ്പെട്ടവർ ഇവിടെ ഇറങ്ങിയാണ്. നിങ്ങൾ ആലോചിച്ചു, പരപ്പിലുള്ള ഒരു മനുഷ്യൻ പണി കഴിഞ്ഞു വന്നു, ഇവിടെ കടയിൽ ഇറങ്ങി, ബസ് ഇറങ്ങി കഴിഞ്ഞാൽ മുതുകുള ബസ്സിൽ വന്നു. അവസാനത്തെ മുതുകുള ബസ് ഇറങ്ങുന്നു. മുതുകുള ബസ്സിൽ വന്ന് ഇറങ്ങി, ആ മുതുകുള ബസ്സിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കടയിൽ കയറുന്നു. കടയിൽ കയറിയിട്ട് പാഴ്സൽ. ഏതാ പാഴ്സൽ? 5 പൊറോട്ട, ഒരു ബീഫ്. ഇതാണ് വീട്ടിലെ കൊച്ച്. ഞായറാഴ്ച ആവുമ്പോ അമ്മയോട് ചെറിയ പറയും, അമ്മ ഇറച്ചി വേണം. അമ്മ കെട്ടിയോട് പറയും ഇറച്ചി വേണം. ഏതിറച്ചി വാങ്ങിക്കും? പാവപ്പെട്ടവന്റെ മക്കൾക്ക് ഇറച്ചി വാങ്ങി കൊടുക്കുമ്പോ ബീഫാണേ. ആ ബീഫ് കഴിക്കാൻ പാടില്ല. ആര്? BJP. ബീഫ് കഴിക്കാൻ പാടില്ല. എത്ര മനുഷ്യരെയാണ് കൊന്നത്? എത്ര മനുഷ്യരെയാണ് മൃഗീയമായി ആക്രമിച്ചുകൊണ്ട്? ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രമായ ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിനും കിലോമീറ്ററുകൾക്കകലെ മുഹമ്മദ് അഖിലാഖ് എന്ന മനുഷ്യൻ വീട്ടിലെഴുതുകൊണ്ട് മാംസം സൂക്ഷിച്ചിരുന്നു എന്ന കാരണം ചോദിച്ചുകൊണ്ട് മുഹമ്മദ് അഖിലാഖ് എന്ന ഒരു എയർപോർട്ട് ജീവനക്കാരന്റെ അച്ഛനെ മുഹമ്മദ് അഖിലാഖിനെ ക്രൂരമായി ആക്രമിച്ചു. എന്ത് തെറ്റായിരുന്നു?
എന്ത് തന്നെ ചെയ്തേ? ഇതാണോ BJP? ഇതാണോ RSS? ബീഫ് കഴിക്കണ്ടേ? പാവപ്പെട്ടവന്റെ പോഷകാഹാരമാണ്. ഞാൻ ഈ ബീഫിനെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തു. ഇപ്പൊ ഇറച്ചിയുടെ മാത്രം പ്രശ്നമല്ല, ജീവിതത്തെ കുറിച്ച് കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ ഇടാറില്ല, നമ്മുടെ എല്ലാം മാർക്കറ്റിൽ സുലഭമായി കിട്ടാറുള്ള നല്ല ഡിമാൻഡുള്ള ചെരുപ്പാണ് കോലാപ്പൂരി ചെരുപ്പ്. കോലാപ്പൂരി മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് കോലാപ്പൂരി. രസകരമാണ് പഠിച്ചു നോക്കാൻ. നോക്കിയപ്പോ ആ കോലാപ്പൂരി ചെരുപ്പ് കൂടുതൽ ഉണ്ടാക്കുന്നത് ദളിതരാണ്. ആ ഗ്രാമത്തിന്റെയും മഹാരാഷ്ട്രയിലെ ഒരു വലിയ വിഭാഗത്തിന്റെയും ദളിത വിഭാഗത്തിന്റെ പിന്നോക്കക്കാരുടെ ജീവിതമാണ്. ആ കോലാപ്പൂരി ചെരുപ്പ് ഉണ്ടാക്കുന്നത് ഈ മൃഗങ്ങളുടെ തോല് കൊണ്ടാണ്. ഇപ്പോ തോല് കിട്ടാനില്ല. അവരുടെ ജീവിതം പട്ടിണിയിലാണ്. ഈ ചെരുപ്പിന്റെ കയറ്റുമതി നിന്നും അതിലൂടെയുള്ള വ്യവസായം, വരുമാനം. എത്ര പേരുടെ ജീവിതം ഗൾഫിൽ പോയി പണിയെടുക്കുന്നവരുണ്ടാകും. എന്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതനുണ്ട്, ലുലുവിന്റെ പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് മേഖല കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, ലുലു ഗ്രൂപ്പിന്റെ. അവനോട് പറഞ്ഞു, ലുലുവിനുൾപ്പെടെ ഈ ലോകത്തിന്റെ പല രാജ്യങ്ങൾക്കും ആവശ്യമായ ഇറച്ചി, മാംസാഹാരം മുഴുവനും സംഭാവന ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയായിരുന്നു. ഇന്ത്യ നാം കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. ആ കയറ്റുമതി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അങ്ങനെ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ആ കയറ്റുമതിയുടെ മാർക്കറ്റ് ഇന്ത്യ അത് നശിച്ചു, പൂർണ്ണമായി തുടങ്ങി. ഇപ്പൊ ഇവരുൾപ്പെടെ ഇവർ പറയുന്നു മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇറച്ചി ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് പാവപ്പെട്ട ഉത്തരേന്ത്യയിലെ സാധാരണക്കാരനായ ദളിതനായ പിന്നോക്കക്കാരനായ കർഷക തൊഴിലാളി, അവൻ വീട്ടിൽ പശു ഉണ്ടാക്കുക, അവന്റെ വീട്ടിലെ പോത്തുണ്ടാകുക, ആ കന്നുകാലിയെ മാടിനെ കൃഷിക്ക് ഉപയോഗിച്ച് ഏറ്റവും ഒടുവിൽ അതിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ്, അതായിരുന്നു അവരുടെ ജീവിതം. ആ ജീവിതം തകർത്തില്ല. 2 മനുഷ്യരെ നിങ്ങൾക്ക് ഓർത്തിയില്ലേ? അതിനാൽ 12 വയസ്സുകാരനായി 12 വയസ്സുള്ള സമീപപ്രായമുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഈ അമ്മമാർക്കുണ്ടാകുക. ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങളുടെ ഓമനത്തെ തുറമുന്ന 12 വയസ്സുകാരനെ ഒന്ന് കെട്ടിത്തൂക്കി. കൂടുതലാണുണ്ടായിരുന്നു 32കാരൻ. ഈ അടുത്ത കാലത്ത് വാട്സാപ്പിൽ വന്ന ഒരു സന്ദേശം എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുടച്ചു. എന്തായിരുന്നു സന്ദേശം? ഒരു കഥയാണ്. അമ്മയുടെ ചാരത്തിൽ അമ്മയുടെ ചൂടേറ്റ് കിടന്നു തുടങ്ങിയിരുന്ന കുട്ടിമാളും, അവൾ കുഞ്ഞായിരുന്നു. രാത്രിയുടെ ഏതോ അനന്തയാമത്തിൽ കുട്ടിമാളും ഞെട്ടിയുണർന്ന കുട്ടിമാളും അമ്മയെ പിടിച്ചു കുലുക്കി വല്ലാതെ കരഞ്ഞു, വിതുമ്പി എങ്ങനെച്ചു കരഞ്ഞു. കരച്ചിൽ നിൽക്കുന്നില്ല. അമ്മ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വീണ്ടും ആശ്വസിപ്പിച്ചു. കരച്ചിൽ ഏതാണ്ട് അടങ്ങി വന്നപ്പോൾ പകുതി ഉറക്കത്തിൽ വിതുമ്പലോടെ നിങ്ങളോടെ അവൾ അമ്മയുടെ ചെവിയോട് ചേർത്ത് ചുണ്ടുകളിൽ വെച്ച് ചോദിച്ചു പോയി, അമ്മേ, ശവം കത്തുന്ന മരങ്ങളുണ്ടോ എന്ന്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുട്ടിമാളും അച്ഛനും അമ്മയ്ക്കും അല്പനേരം തീരെ കണ്ടതാണ്. കടന്നുപോയ വാർത്താശകലത്തിൽ എവിടെയോ അങ്ങനെ RSSകാർ, സംഘപരിവാറുകാർ 12 വയസ്സുള്ള മുഹമ്മദ് ഇംതിയാസ് എന്ന ചെറുകുഞ്ഞിനെയും മറ്റൊരു 32കാരനെയും കൊന്ന് ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അവളോട് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മരമെന്നാൽ കായ്ക്കുന്ന പൂക്കുന്നതാണ് മരമെന്ന്. അവൾക്ക് മരമെന്നാൽ കായ്കളുള്ള പൂക്കളുള്ള മരങ്ങൾ, അതാണ് അവളുടെ സങ്കല്പം. ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടിമാളു കണ്ട ആ ദൃശ്യം അവളുടെ ഉറക്കത്തെ പിടിച്ചുടച്ചു. ഉറക്കത്തിന്റെ എവിടെയോ വെച്ചവൾ തട്ടി ഉണർന്നു. ആ ദൃശ്യത്തിൽ തട്ടി ഉണർന്ന് അമ്മയെ പിടിച്ചു കുളിപ്പിച്ചത്, അമ്മേ, ശവം കത്തുന്ന മരങ്ങളുണ്ടോ എന്ന്. ഒരു കുട്ടിമാളുകളുടെ കഥയല്ല. ഇന്ത്യയിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞും കേട്ട് വളരുന്നത് ചോരക്കറ പുരണ്ട സംഘപരിവാർ കാലത്തിലാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ആ സംഘപരിവാർ ഫാസിസത്തെ ഈ കേരളത്തിന്റെ 4 അതിരുകൾക്കകത്തേക്ക് കടന്നു വരാതെ കേരള നിയമസഭയിൽ ശീലിച്ച ശീലിച്ച ഒരു RSSകാരനും കടന്നു വരാനാകാതെ പിടിച്ചു നിർത്തിയത് ഇടതുപക്ഷ പ്രസ്ഥാനമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ ഇടപെടലുകളായിരുന്നു. രാജ്യം കത്തിയമർന്നപ്പോൾ എവിടെയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി? എവിടെയായിരുന്നു താങ്കൾ? എനിക്ക് മനസ്സിലായിരുന്നു. അതെല്ലാം ഞങ്ങൾ കോളേജുകളിൽ പ്രസംഗിക്കുമ്പോൾ പറയും, ഇന്ത്യയിലെ വർഗീയ ഫാസിസം, സംഘപരിവാർ ഫാസിസം അടുക്കളയിലേക്ക് എത്തി. ഞങ്ങൾ പറയും, യഥാർത്ഥത്തിൽ അടുക്കളയിലേക്ക് വന്നു. കേരള ഹൗസിന്റെ അടുക്കളയിലേക്ക് വന്നു കയറി. ബീഫുണ്ടോ നോക്കാം. ആ ബീഫുണ്ടോ നോക്കാൻ വേണ്ടി
വന്നു കയറിയപ്പോ